കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരൻ പ്രമോദിനെ കാണാതായി. പ്രമോദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് പറഞ്ഞു. തടമ്പാട്ടു താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജയ, പുഷ്പലളിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിമാരിൽ ഒരാൾ മരിച്ചുവെന്ന് ഇവർക്കൊപ്പം താമസിച്ചിരുന്ന ഇളയ സഹോദരനായ പ്രമോദാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത്. തുടർന്ന് ഇന്ന് രാവിലെ ഇവർ താമസിക്കുന്ന വീട്ടിലെത്തിയ ബന്ധുക്കൾ 2 പേർ വീടിനകത്ത് 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തി. മരണം വിളിച്ചറിയിച്ച പ്രമോദിനെ കാണാതാവുകയും ചെയ്തു. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. മരിച്ച 2 പേരും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നവരാണെന്നും അയൽവാസികൾ പറഞ്ഞു. ശ്രീജിത്ത് എന്നിട്ട് ഇവരെ അച്ഛൻ്റെ ഒരു റിലേറ്റീവ് തന്നെ വന്നു. പുള്ളി ഗേറ്റ് കുറച്ച് തുറക്കുന്ന കണ്ടപ്പം പുള്ളി കയറിയെന്ന് പറഞ്ഞു. കയറി ഉള്ളു നോക്കിയപ്പോഴാണ് 2 റൂമിൽ 2 ആൾ ബെഡിൽ വെള്ളയൊക്കെ പുതച്ച് കിടക്കുന്നതാണ്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് വിശദ പരിശോധന നടത്തി. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ പരിശോധനയ്ക്കൊപ്പം ഡോഗ് സ്ക്വാഡും സംഭവ സ്ഥലത്തെത്തി. പ്രമോദിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്നും പോലീസ് പറഞ്ഞു. 3 പേരാണ് താമസം ഉണ്ടായിരുന്നത്. ഈ 2 സ്ത്രീകൾ കൂടാതെ അവരുടെ സഹോദരനായിട്ടുള്ള ഒരു പ്രമോദ് എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് ഇവിടെ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിലവിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മരണകാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ നമുക്ക് ഇവരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിനെ കണ്ടെത്തേണ്ടതുണ്ട്. കാണാതായ പ്രമോദിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പ്രകാരം അന്വേഷണം നടത്തിയ പോലീസ് അവസാന ലൊക്കേഷൻ കോഴിക്കോട് ഫറോക്കിലാണ് കണ്ടെത്തിയത്. മീഡിയ 1 കോഴിക്കോട്.